എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഈശോയ്ക്കിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് നേഹ ബോബി. ഞാൻ പൊൻകുന്നത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് നവംബർ 2023 അതിന് മുമ്പ് ഞാൻ ഇവിടെ മാതാവിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ അമ്മ ഒരു സാക്ഷ്യം കേട്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. ആ സമയത്ത് ഒരു ചേച്ചിയുടെ സാക്ഷ്യമായിരുന്നു അത്. അതിനകത്ത് ആ ചേച്ചി പറയുന്നത് 6 നിയോഗം വെച്ചു, 6 സാധിച്ചു. അത് കഴിഞ്ഞ് വേറെ 6 കൂടെ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, ഇതെന്ത് ഇത്ര അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു അതങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ സമയത്ത് ഇവിടെ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഞാനിങ്ങനെ കുറേ ട്രോളൊക്കെ കേട്ടതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ വിശ്വാസങ്ങൾ അധികം ഇവിടെ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് +1 എൻ്റെ പെടലി ഒന്ന് വെട്ടിയായിരുന്നു. അതിന് മുമ്പ് തൊട്ട് എനിക്ക് ഇമ്മ്യൂണിറ്റി തീരെ ഇല്ലായിരുന്നു. എപ്പോഴും എനിക്ക് വേദനയാണ്, എപ്പോഴും എനിക്ക് അസുഖമാണ്. ഞാൻ അനുഭവിക്കാത്ത വേദനയൊന്നുമില്ല. എനിക്ക് കോളേജിലൊന്നും പോകാനേ പറ്റത്തില്ലായിരുന്നു. എനിക്ക് ലീവൊക്കെ എടുക്കുമ്പോൾ ഞാൻ ടീച്ചേഴ്സിനോട് ഇത് പറയുമ്പോൾ അവർക്കും മനസ്സിലാവത്തില്ല, എൻ്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ അവർക്കും മനസ്സിലാവത്തില്ല. ഒരു 1.5 മണിക്കൂറൊക്കെ ഉണ്ട് എനിക്ക് ട്രാവൽ. അപ്പോഴൊക്കെ ഞാൻ ഒരു തരത്തിലാണ് ട്രാവൽ ചെയ്യുന്നത്. എനിക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് കഴിക്കാൻ പറ്റില്ല. എല്ലാ മാസവും ഞാൻ പോയി IV ഫ്ലൂയിഡ് ഇടാതെ എൻ്റെ തല നേരെ നിൽക്കത്തില്ല. എനിക്ക് അതുപോലെ മേലായിരുന്നു. എപ്പോഴും എനിക്ക് നടുവേദന, ഒരു ജലദോഷമൊക്കെ ആർക്കെങ്കിലും വന്നാൽ എനിക്ക് അപ്പം കിട്ടും. അത് പിന്നെ സൈനസൈറ്റീസ് ആവും, പിന്നെ പനിയാവും, പിന്നെ എനിക്ക് എണീക്കാനേ പറ്റത്തില്ല. അതുപോലെ മരുന്ന് ഞാൻ എടുക്കുമായിരുന്നു എനിക്ക് അസുഖം കാരണം. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തത് 2023 നവംബറിൽ. അത് കഴിഞ്ഞ് 2024 ഹോളി വീക്കിൻ്റെ ടൈമിൽ എനിക്കൊന്ന് ബുധനാഴ്ച, അതായത് പെസഹ ബുധൻ്റെ ആ സമയത്തായിരുന്നു. രാവിലെ എണീറ്റുമ്പം എനിക്ക് എൻ്റെ ഈ വലത് കണ്ണിന് ഭയങ്കര വേദന. എനിക്ക് തിരിഞ്ഞു കിടക്കാനും പറ്റുന്നില്ല, കണ്ണ് തുറക്കാനോ അടയ്ക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനോ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ കണ്ണെന്തോ വേദനയുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, ചിലപ്പോൾ നീ തിരിഞ്ഞ് കിടന്നതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു ചിലപ്പോൾ അതായിരിക്കും, തിരിഞ്ഞ് കിടന്നതിൻ്റെ ഇങ്ങനെ കിടന്നതിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് തീരെ കണ്ണ് അടയ്ക്കാനോ നോക്കാനോ ഒന്നും പറ്റുന്നില്ല. എൻ്റെ കണ്ണിങ്ങനെ ചെറുതായി വരിക. അപ്പം ഞാൻ കണ്ണാടിയിൽ പോയിട്ട് എനിക്ക് മോള് വശത്താണ് വേദന. അപ്പം ഞാൻ ഇതൊന്ന് പൊക്കിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ അത് മണ്ടവശം മുഴുവൻ മഞ്ഞ നിറത്തിൽ വീർത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര, അത് കാരണമാണ് ഈ വേദന എടുക്കുന്നത്. അതിൻ്റെ റീസൺ ഒന്നും അറിയത്തില്ല. അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇതെന്തോ സീരിയസ് ആണ്. അതിൻ്റെ കൂടുതൽ എനിക്ക് വൊമിറ്റ് ചെയ്യാനും വരുന്നുണ്ട് ഈ വേദന കൂടിയിട്ട് ഈ കണ്ണിൻ്റെ. അപ്പോൾ അന്ന് ഐ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നോക്കിയപ്പോൾ ഡോക്ടറില്ല. അപ്പോൾ അന്നത്തെ രാത്രി ഞാൻ എങ്ങനെയാണ് ഉറങ്ങിയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, എനിക്ക് കണ്ണടയ്ക്കാനോ ഒന്നും പറ്റത്തില്ല, അതുപോലെ വേദനയാണ് എനിക്ക്. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം അപ്പോയിൻമെൻറ്റ് കിട്ടി. ആദ്യം ചെന്ന് പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു മേ ബി പ്രൊജക്റ്റൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഡ്രൈ ആയതായിരിക്കാം, കൂടുതൽ സ്ക്രീൻ ടൈം ഉള്ളതുകൊണ്ട് അങ്ങനെ വല്ലതും ആയിരിക്കാം, ഏതായാലും ഒരു ടെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ബ്ലഡ് ടെസ്റ്റുകൾ തന്നു. ബ്ലഡ് ടെസ്റ്റ് തന്ന് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അത് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റിന് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ഐ ഹോസ്പിറ്റലിൽ ഒന്നുകൂടെ പോയി കാണിച്ചപ്പോൾ ആ ഡോക്ടറിൻ്റെ ഫേസ് ആകെപ്പാടെ മാറി. എൻ്റെ CRP 28.9 ESR 30. അപ്പോൾ എൻ്റെ CRPയുടെ ഒക്കെ റേറ്റ് കണ്ടപ്പോഴത്തേനും ആ ഡോക്ടർ എന്നെ ഒരു വല്ലാത്ത രീതി നോക്കിയിട്ട് ചോദിച്ചു, മോളെ ശരീരത്ത് എവിടെയോ നല്ല ഇൻഫ്ലമേഷൻ ഉണ്ട്, ബ്ലഡിലാണെന്ന് തോന്നുന്നു, നല്ല രീതിയിൽ ഇൻഫെക്ഷൻ ഉണ്ട്, എന്താണെന്നറിയില്ല, ഈ ചെറിയ പ്രായത്തിൽ അങ്ങനത്തെ ഒരു സീരിയസ് രീതിയിലാണ് ആ ഡോക്ടർ സംസാരിച്ചത്. അത് കേട്ടപ്പോൾ എനിക്കും അറിയില്ല എന്താണ് റീസൺ. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇത്രയും നാളും എനിക്കിങ്ങനെ വേദനകളോട് വേദന, എൻ്റെ ശരീരത്ത് ഇമ്മ്യൂണിറ്റി ഇല്ല, ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടെന്ന് ബ്ലഡ് ഇൻഫെക്ഷനും കൂടെ. എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലായിരുന്നു. ഞാനും അമ്മയും കൂടെ വെളിയിലിറങ്ങി വന്നപ്പം ആകെപ്പാടെ ഞാനപ്പം മാതാവിനോട് ചോദിച്ചു, ഞാൻ ഉടമ്പടി എടുത്തിട്ടാണ്. അത് കഴിയപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഞാൻ ഇത്രയും വേദനകൾ അനുഭവിച്ചു, ഒരു ദിവസം പോലും ഇല്ല എനിക്ക് വേദന ഇല്ലാത്തത്, എന്നിട്ട് പിന്നെയും ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ എനിക്ക് തന്നല്ലോ, ഞാൻ എന്തെങ്കിലും ആട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ആ ഡോക്ടറിനോട് പറഞ്ഞിരുന്നു, മോളൊരു കാര്യം ഒരു ഫിസിഷ്യനെയും കൂടെ പോയി കാണാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ അന്ന് ഈ കൺസൾട്ടിങ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ആകെപ്പാടെ ഒരു മൂകത അവസ്ഥയാണ് എൻ്റെ വീട്ടിൽ. കാരണം എൻ്റെ അവസ്ഥ എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം, ഞാൻ അനുഭവിക്കുന്ന വേദന മുഴുവൻ, എടുക്കുന്ന മരുന്നുകൾ മുഴുവൻ. അപ്പോൾ അന്ന് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ആകെപ്പാടെ എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ യൂട്യൂബ് തുറന്നപ്പം എവിടുന്നാന്ന് അറിയത്തില്ല, ഏതോ ഒരു വീക്കിലെ ഒരു ധ്യാനം വന്ന് കിടപ്പുണ്ട്. ഞാൻ അതുവരെയും ധ്യാനം ഒന്നും കൂടാറ്, എൻ്റെ ഫസ്റ്റ് ഉടമ്പടി ഞാൻ അത്ര നന്നായിട്ടൊന്നും അല്ല പാലിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ ധ്യാനം ഒന്നും അങ്ങനെ കൂടാറില്ലായിരുന്നു. പക്ഷേ ആ ധ്യാനം വേറെ വഴിയില്ല എൻ്റെ ഫ്രണ്ടിൽ. എനിക്കിനി ഇതെങ്ങനെ മാറേണ്ടതെന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, ധ്യാനം കൂടാമെന്ന് വിചാരിച്ച് ഞാൻ ധ്യാനം കൂടി. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. ലാസ്റ്റത്തെ ധ്യാനിപ്പിക്കുന്ന ആശീർവാദ സമയത്ത് അച്ഛൻ പ്രത്യേകം പറഞ്ഞു, ഇതിൻ്റെ ഇടയ്ക്ക് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉള്ളവരുടെ ബ്ലഡിൽ ഈശോയുടെ ഒരു തുള്ളി രക്തം വീണത് പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അച്ഛൻ പറഞ്ഞു.
ഞാൻ ഉറച്ച് വിശ്വസിച്ചത് ഞാൻ തന്നെ ആയിരിക്കും എന്ന്. കാരണം ഇത്രയും വർഷമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വേദനകളും മുഴുവൻ. പനി, ജലദോഷം, ഈ സൈനസൈറ്റീസ്, അതിൻ്റെ വേദന എല്ലാം, അതിൻ്റെ കൂട്ടത്തിൽ ഇതും. എന്നിട്ട് അന്ന് രാത്രി ഞാൻ കിടന്നു. എനിക്ക് കിടക്കാനൊന്നും പറ്റത്തില്ല, കാരണം കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റത്തില്ല. അന്ന് രാത്രിയിൽ എന്നിട്ട് ഞാൻ ഉറങ്ങി ഒരു ഉറക്കം കഴിഞ്ഞപ്പം എൻ്റെ നടുവ് വെട്ടിപ്പൊളിക്കുന്ന വേദന. അതായത് ഒരു കോടാലി എടുത്ത് എങ്ങനെ വെട്ടും അതുപോലത്തെ വേദന എൻ്റെ നടുവിന്. എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. ഞാൻ കിടന്ന് കാറും എൻ്റെ കട്ടിലേൽ. അതുപോലെ എനിക്ക് വേദന. എൻ്റെ കണ്ണ് വീർത്തിരിക്കുന്നു. എൻ്റെ കൂട്ടത്തിൽ എനിക്ക് നടുവ് ഇങ്ങനെ വേദന എടുക്കുന്നു. ഞാൻ കരഞ്ഞിട്ടൊന്നും തന്നെ അമ്മ കേൾക്കുന്നില്ല. അമ്മയുടെ റൂം കുറച്ച് ദൂരെയായിരുന്നു. എനിക്ക് കട്ടിലേൽ നിന്ന് എണീറ്റ് അമ്മയുടെ അടുത്ത് പോകാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല എൻ്റെ കട്ടിലേൽ നിന്ന്. ഞാൻ ഒരു തരത്തിൽ ഒടിഞ്ഞ് കുത്തി എണീറ്റു. എന്നിട്ട് എനിക്ക് നേരെ നിൽക്കത്തില്ല, ഞാൻ ഒടിഞ്ഞാണ് നിൽക്കുന്നത്. ഞാൻ ഒരു തരത്തിൽ എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. നടക്കുമ്പോൾ എനിക്ക് നടുവിന് വേദനയാണ്. ചില്ലറ വേദനയൊന്നും അല്ലായിരുന്നു, ഭയങ്കര വേദന. ഞാൻ കരഞ്ഞ് ലാസ്റ്റ് അമ്മയുടെ മുറി ചെന്ന് കൊട്ടി. അമ്മ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി, ഞാൻ ഒടിഞ്ഞാണ് നിൽക്കുന്നത്. എന്നിട്ട് അമ്മ എന്നെ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് തിരുമയൊക്കെ തന്നു, എനിക്ക് മരുന്നൊക്കെ തന്നു. ഒരു രക്ഷയില്ല, എനിക്ക് അതുപോലെ വേദന. ഞാൻ കാറുമാണ് കിടന്ന്. എന്നിട്ട് ഞാൻ എവിടെ നിന്നാണെന്നറിയില്ല, എനിക്ക് പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ വന്നു. ഞാൻ പോയി വൊമിറ്റും ചെയ്തു. ഞാൻ അവിടെ കിടന്നാണ് വൊമിറ്റ് ചെയ്തത്. എനിക്ക് നേരെ നിൽക്കാൻ വയ്യ, എൻ്റെ കണ്ണിന് വയ്യ, എനിക്ക് വൊമിറ്റിങ്ങും കൂടെ. ഒരു തരത്തിൽ ഞാൻ വന്ന് കട്ടിലേ കിടന്നു തിരിച്ച്. എൻ്റെ അമ്മ എനിക്ക് തിരുമ്മി തന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ ഈ വേദനയുടെ പീക്ക് എത്തിയപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ എന്നെ അങ്ങോട്ട് വിളിക്കുക, അല്ല ഇതെനിക്ക് മാറ്റി, എനിക്കിനി അനുഭവിക്കാൻ വയ്യാന്ന് പറഞ്ഞു വേദന. അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം എണീറ്റിട്ട് ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യാൻ പോയി. റിസൾട്ടൊക്കെ കാണിച്ചപ്പോൾ ഫിസിഷ്യനും പറഞ്ഞു, എവിടെ ശരീരത്തിൽ നല്ല ഇൻഫെക്ഷൻ ഉണ്ട്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ടെസ്റ്റൊക്കെ ഒന്നുകൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ തലേ ദിവസം ഞാൻ ഈ പ്രാർത്ഥന കൂടിയായിരുന്നു. എന്നിട്ട് ബ്ലഡ് എടുക്കുന്ന സമയത്തൊക്കെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അമ്മ കാശുരൂപം വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഫുൾ ടൈം. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പ്രാർത്ഥിക്കുക. കാരണം ഞാൻ ഈ വേദനയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ എണീറ്റപ്പോൾ എനിക്കൊരു ബോധോദയം ഉണ്ടായി. ഇന്നലെ ഈശോയുടെ ബ്ലഡ് കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഹോപ്പുണ്ട്. ഞാനപ്പം അവിടെ ബ്ലഡ് എടുത്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ എൻ്റെ ബ്ലഡ് പോകുന്ന കണ്ടപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എൻ്റെതിനകത്ത് എൻ്റെ ഈശോയുടെ ബ്ലഡ് ഉണ്ട്, എന്താണല്ലോ ഇത് എല്ലാം ശരിയാവും എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു. എന്നിട്ട് എന്നോട് ആ സിസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും മോളെ, ഒന്നെങ്കിൽ ഇവിടെ ഇരുന്നോ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഇന്നലെ കാണിച്ച ടെസ്റ്റ് റിസൾട്ട് ഓൾറെഡി ഉണ്ട്. എൻ്റെ CRP 28.9 കിടക്കുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ മുഖത്ത് ഒരു വല്ലായ്മയാണ്. ഇത്ര ചെറിയ പ്രായത്തിൽ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇൻഫ്ലമേഷൻ എൻ്റെ ശരീരത്തിൽ നിന്ന് അവർക്കാർക്കും മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അമ്മ പറഞ്ഞു, നിന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിന്, എനിക്കൊരു രൂപമുണ്ട് മാതാവിന്, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഫോൺ വിളിച്ച് നോക്കി. അപ്പോൾ അവരെന്നോട് പറഞ്ഞാൽ മോളെ റിസൾട്ട് വന്നിട്ടുണ്ട്, മോളുടെ CRP 4.6. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ തന്നെയാണോ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അതെ മോള് തന്നെയാണ് പറയുന്നത്, മോളുടെ CRP 4.6 പറഞ്ഞു. ഇതിന് മുമ്പ് എത്രയായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു 28.9 എന്നായിരുന്നു ടെസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു. 2 ദിവസം, അതായത് അതിൻ്റെ തലേന്ന് രാവിലെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്നോട് ചോദിച്ചു, മോള് മെഡിക്കേഷൻ എടുത്തായിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മെഡിക്കേഷൻ എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ ഇത്ര കുറഞ്ഞെന്ന് എന്നോട് ചോദിച്ചു. എൻ്റെ എല്ലാം നോർമൽ, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് മൊത്തം നോർമലായി. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മെഡിക്കേഷൻ എടുത്തില്ല, ഞാൻ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്ന്. അപ്പോഴത്തേനും ആ സിസ്റ്റർ ഒന്ന് ചിരിക്കുകയാണ്. ഞാൻ അമ്മയോട് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അമ്മ എൻ്റെ CRP 28.9 4.6 കുറഞ്ഞു എന്ന് പറഞ്ഞു. അമ്മ കിടന്ന് കരയാണ്. അതായത് കരയുന്ന പോലെ കണ്ണീന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്. അന്ന് ഞാൻ തീരുമാനിച്ചു, അന്ന് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, അന്ന് തൊട്ട് ഇന്ന് വരെ, അതിപ്പോൾ 1.5 വർഷമായി, കഴിഞ്ഞ ഹോളി വീക്ക് കഴിഞ്ഞ് 24 ഇന്ന് വരെ എനിക്കൊരു ജലദോഷമോ പനിയോ തലവേദനയോ നടുവേദനയോ ഒന്നും വന്നിട്ടില്ല. എൻ്റെ വീട്ടിലത് കഴിഞ്ഞ് എല്ലാവർക്കും പനി ജലദോഷം എല്ലാം വന്നിട്ടുണ്ട്. എനിക്ക് മാത്രം ഇതുവരെ ഒന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ആർക്കെങ്കിലും വന്നാൽ ആദ്യം പിടിക്കേണ്ടത് എനിക്കാണ്. എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോക്കാണ്. പിന്നെ അമ്മയ്ക്കൊക്കെ വന്നാൽ പിന്നെ അമ്മയുടെ അവസ്ഥ. പിന്നെ അതിനുശേഷം എനിക്കിതുവരെ ഒന്നും വന്നിട്ടില്ല. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അത് കഴിഞ്ഞ് ഞാൻ കോളേജ് കഴിഞ്ഞപ്പം എനിക്ക് ഒരു 3rd ഇയർ ആയപ്പോഴത്തേനും തന്നെ എനിക്ക് പുറത്തുപോയി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാനിത് പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ വീട്ടിലൊന്നും പ്രശ്നമില്ല. പക്ഷേ എൻ്റെ റിലേറ്റീവ്സ് പറയുമായിരുന്നു, നിങ്ങളെ കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല, അത് വേണ്ട, നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഇതും കൂടെ എഴുതിയിട്ടായിരുന്നു, എനിക്ക് പുറത്തുപോയി പഠിക്കണം എന്ന് എഴുതിയിട്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇരുന്നപ്പം ഒരു സാക്ഷ്യം, ഇവിടെ തന്നെയുള്ളൊരു ചേട്ടൻ്റെ ഒരു സാക്ഷ്യം ഞാൻ കണ്ടു. ആ ചേട്ടൻ ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നതായിട്ടായിരുന്നു ആ സാക്ഷ്യത്തിലുള്ളത്. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ആ ചേട്ടന് ഒരു തരത്തിലും കിട്ടാൻ സാധ്യതയില്ല, പക്ഷേ പബ്ലിക്ക് കിട്ടി, 0 ട്യൂഷൻ ഫീ ആണ് എന്നൊക്കെ. അപ്പോഴും ഞങ്ങളപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം പോയി IELTS എഴുതി. അത് IELTSന് എനിക്ക് ആ സമയത്ത് കിട്ടിയത് 6.5 ആയിരുന്നു. അപ്പോൾ അതിന് വീട്ടിലാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. 6.5 ഉള്ളൂ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് പ്രോസസ്സിങ്ങിന് വെച്ചു. പ്രോസസ്സിങ്ങിന് നല്ല ലാഗായിരുന്നു. എൻ്റെ കൂടെ വേറെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി ഈ പ്ലാന്. പക്ഷേ ഞാൻ എപ്പോഴും ഇത് പിടിച്ചു നിന്നു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ സ്വപ്നം കാണുന്നുണ്ടായിരുന്നു ഈ മാതാവിനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ സ്വപ്നം കാണും. മാതാവിൻ്റെ മടിയിൽ കിടക്കുന്നതായിട്ടും മാതാവ് എനിക്ക് 3 പൂ തരുന്നതായിട്ടും ഒക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഈ വെയിറ്റിംഗ് പീരീഡിൻ്റെ ഇടയ്ക്ക് ഒരു 6 മാസത്തോളം മാതാവിൻ്റെ ഒരനക്കവും ഇല്ലായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാക്ഷിയൊക്കെ കൂടുമ്പോഴത്തേനും ഞാൻ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിലൊക്കെ അനുഗ്രഹം കിട്ടിയ ആൾക്കാർ ഇവിടെ നിന്ന് സാക്ഷ്യം പറയും. അപ്പം ഞാൻ മാതാവിനോട് ചോദിക്കും, അപ്പം മാതാവ് കാണാഞ്ഞിട്ടൊന്നുമല്ല, അവർക്കൊക്കെ അപ്പം മാതാവ് അനുഗ്രഹം കൊടുക്കുന്നുണ്ട്, അപ്പം എന്നെ മൈൻഡ് ചെയ്തിരിക്കുന്നതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് മാതാവിനോട് പറയും. പക്ഷേ ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റത്തില്ലാതെ വന്നത് ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ കുറച്ച് കുത്തലായിരുന്നു. പോകില്ല, നടക്കില്ല, കുറേ പേര് നിൽപ്പുണ്ട്, അവരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്, വെറുതെ സമയം കളയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ട് ഞാൻ എൻ്റെ മുറിയിൽ രാത്രിയിൽ പണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കത്തേ ഇല്ലായിരുന്നു. ഇപ്പം എൻ്റെ പ്രാർത്ഥന 2 മണിക്കൂറൊക്കെയാണ്. ഞാനിങ്ങനെ വിഷമിച്ച് കുറേ ഇരുന്ന് കരഞ്ഞ് ആ സമയത്ത് എനിക്ക് ഉറപ്പാണ് എൻ്റെ റൂമിൽ ഈശോയുടെ പ്രസൻസ് നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് തോന്നി നീ ബൈബിൾ എടുക്കുന്ന എൻ്റെ മനസ്സിൽ ഞാനിവിടെ സാക്ഷിയൊക്കെ കേൾക്കുമ്പോൾ ഓരോ പിള്ളേരിങ്ങനെ പറയും മനസ്സിലിങ്ങനെ കേട്ടു എന്നൊക്കെ. അപ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട് എങ്ങനെയാണ് മനസ്സിൽ കേൾക്കുന്നതെന്നൊക്കെ. പക്ഷേ അത് സത്യമാണ്, മനസ്സിൽ കേൾക്കും. ഞാനിങ്ങനെ ഇപ്പം എൻ്റെ മനസ്സിലിങ്ങനെ കേട്ടു, മോളെ നീ ബൈബിൾ തുറക്ക് എന്നിങ്ങനെ കേട്ടു. ഞാൻ കിടന്ന് കരയുവാണ്. എന്നെ ഇങ്ങനെ എല്ലാവരും പറയുന്നു, വീട്ടുകാർ പറയുന്നു, നാട്ടുകാർ പറയുന്നു. ഞാൻ എല്ലാം ഈശോയോട് ഇങ്ങനെ പറയും, ഈശോ എന്നെ ഇവരിങ്ങനെ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞു, എനിക്ക് ഭയങ്കര വിഷമമാണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് മൂവ്മെൻറ്റ് കാണുവാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എൻ്റെ പ്രോസസ്സിങ്ങിൽ നിന്ന്. അപ്പം ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് യെശയ്യാ 38:5 എന്തോ ആണ്, നിൻ്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അത് വായിച്ചപ്പോൾ ഞാൻ ഒന്നുകൂടെ കരയാൻ തുടങ്ങി. കാരണം എനിക്ക് ഡയറക്റ്റ് കൺഫർമേഷൻ കിട്ടിയല്ലോ, സന്തോഷത്തിൻ്റെ കരച്ചിലായിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത്, വെരി നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നിൻ്റെ കണ്ണീർ ഞാൻ ദർശിച്ചിരിക്കുന്നു എന്നായിരുന്നു. അതുകൂടെ കണ്ടപ്പോൾ എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആയി. എനിക്ക് ഡയറക്റ്റ് കൺഫർമേഷൻ ഈശോയുടെ അടുത്തു നിന്ന് കിട്ടി. എനിക്ക് ഇനിയൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ മുന്നോട്ട് പോയി. എൻ്റെ കൂട്ടത്തിലുള്ള പിള്ളേരൊക്കെ ഡ്രോപ്പ് ചെയ്തു. അവരൊക്കെ വീട്ടുകാർ പറയുന്നത് നടക്കാൻ പോകുന്നില്ല, നീ വെറുതെ സമയം കളയാണ് എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ എപ്പോഴും വിശ്വസിച്ചു മാതാവ് എന്നെ ഇത്രയും കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പകുതിക്ക് വെച്ച് വിട്ടിട്ട് പോവില്ല. കാരണം മനുഷ്യനെ അല്ല ഞാൻ ഏൽപ്പിച്ചേക്കുന്നത്, ഞാൻ മാതാവിനെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ മാതാവ് ഒരിക്കലും പകുതിക്ക് വെച്ചിട്ട് നമ്മളെ ഇട്ടിട്ട് കളയില്ല. അപ്പം ഞാൻ ആ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ പിടിയാലെ ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഒരനക്കവും ഇല്ലായിരുന്നു കുറേ നാളത്തേന്. പക്ഷേ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഞാൻ എന്നും കൊന്തയൊല്ലും, ഞാൻ എന്നും പ്രാർത്ഥിക്കും, പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ പോകും. അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ എന്നെ തന്നെ മാതാവ് മാറ്റിയെടുത്തു എന്ന് വേണം പറയാൻ. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പം ഒരു ദിവസം, എല്ലാ ദിവസവും എനിക്ക് ചൊവ്വാഴ്ചകളിലാണ് എന്തെങ്കിലുമൊക്കെ നടക്കുന്നത്. ഞാൻ ചൊവ്വാഴ്ച പ്രാർത്ഥന കൂടിക്കൊണ്ടിരുന്നപ്പം ഞാൻ നന്നായിട്ട് പ്രാർത്ഥന കൂടി ആ ചൊവ്വാഴ്ച. കാരണം ഡേയ്സ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെയുള്ളവരൊക്കെ ഡിഗ്രി ഡയറക്റ്റ് പോയി PG ചെയ്തവരൊക്കെ കോഴ്സുകൾ പകുതിയാവുന്നു, അവരെല്ലാം ഭയങ്കരമായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്നു, ഞാൻ മാത്രം വീട്ടിലിരിക്കുകയാണ്. അങ്ങനത്തെ അവസ്ഥ വരുമ്പോഴത്തേനും അനുഭവിച്ചവർക്ക് നന്നായിട്ട്, ഇവിടെ നിന്ന് ഞാൻ കുറേ സാക്ഷ്യം കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെ. അപ്പോൾ ആ ചൊവ്വാഴ്ച ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അന്ന് രാത്രി ഞാൻ മാതാവിനോട് വർത്താനം പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് അമ്മയ്ക്കറിയാം എനിക്ക് ഏതാ നല്ലതെന്ന്, അമ്മയ്ക്കറിയാം എനിക്ക് എന്നാണ് കിട്ടേണ്ടതെന്ന്, എനിക്ക് ഏത് ഡേറ്റിന് വരണം എന്നും എല്ലാം അമ്മയ്ക്കറിയാം, എൻ്റെ ബുദ്ധിയൊക്കെ അമ്മയ്ക്കറിയാം. അപ്പോൾ ആ കോഴ്സ് അങ്ങനെ ചേരുന്ന കോഴ്സ് അമ്മ എനിക്ക് തരണം, എൻ്റെ ഭാവിക്ക് നല്ലതായിട്ടുള്ള കോഴ്സൊക്കെ എനിക്ക് അമ്മ തരണം എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് പിറ്റേ ദിവസം പതിവിലും താമസിച്ച് ഞാൻ എണീറ്റ് ഞാൻ ഭയങ്കര കൂളായിട്ട് ചായയൊക്കെ ഉണ്ടാക്കി വന്നിരുന്നപ്പോൾ എൻ്റെ ഫോണിൽ കുറേ മിസ് കോൾസും മെസ്സേജും കിടക്കുകയാണ്. നോക്കിയപ്പോൾ എനിക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. അത് ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത കോഴ്സ്. ആ കോഴ്സ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഈ പ്രോസസ്സിങ് തുടങ്ങിയ സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ലോട്ടിട്ട് നോക്കിയായിരുന്നു. എനിക്ക് 2 കോഴ്സ് തന്നിട്ട് എനിക്ക് കൺഫ്യൂഷനാണ്, എനിക്ക് ഒരെണ്ണം എടുത്ത് തരണം എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് ഇട്ട് നോക്കിയപ്പോൾ കിട്ടിയൊരു കോഴ്സുണ്ട്. പക്ഷേ എനിക്ക് അതിന് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അത് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഞാനപ്പോൾ അത് കൂടുതൽ അങ്ങോട്ട് പുഷ് ചെയ്തില്ല ആ കോഴ്സ്. പക്ഷേ എനിക്ക് മാതാവ് സെലക്ട് ചെയ്ത് തന്ന കോഴ്സും, ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചൊരു കോഴ്സുണ്ട്, എനിക്കത് മതി എന്ന് പറഞ്ഞ് ഞാൻ മുട്ട നിന്ന് പ്രാർത്ഥിച്ചൊരു കോഴ്സുണ്ട് മാതാവിൻ്റെ അടുത്ത്. ആ കോഴ്സും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് മാതാവ് എനിക്ക് തന്നത്. ഒരു തരത്തിൽ അത് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അതും പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ, എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ മലയാളികളേ ഇല്ല, അത് കിട്ടാനേ വഴിയില്ല. എൻ്റെ കൂട്ടത്തിൽ നിന്നവരെല്ലാവരും ഡ്രോപ്പ് ചെയ്തിട്ട് പോയി കിട്ടില്ല എന്ന്. പക്ഷേ മാതാവ് എനിക്കത് വാങ്ങിച്ചു തന്നു. അതാ പറയണത്, മാതാവ് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാതാവ് നമുക്കത് തരും. അതിപ്പോൾ കുറച്ച് താമസിക്കും, അത് നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല, പക്ഷെ മാതാവ് തരും അത്. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് എൻ്റെ IELTS എക്സ്പയർ ആയി. 1 വർഷമേ ഉള്ളൂ ജർമ്മനിയിലോട്ടുള്ള IELTS, അത് എക്സ്പയർ ആയിപ്പോയി. എന്നെ ആ ഏജൻസിയിലെ ചേട്ടൻ പെട്ടെന്നായിരുന്നു വിളിച്ചു പറയുന്നത്. അതോടെ എനിക്ക് എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല. IELTS എഴുതണമെങ്കിൽ 18,000 വേണം. പിന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ പഠിക്കുന്നതിന് 10,000 എബോവ് ആണ് ചില ഏജൻസീസ് ചോദിക്കുന്നത് പഠിപ്പിക്കുന്നതിന്.
അപ്പം ഞാൻ ഓർത്തു ഇനി എൻ്റെ അപ്പൻ്റെ പൈസ കളയാൻ എനിക്ക് പറ്റത്തില്ല, ഒന്ന് പോയി എഴുതി 6.5 കിട്ടിയുള്ളൂ, ഞാൻ കുറേ ചീത്ത കേട്ടു, ഇനി ഏതായാലും ഞാൻ തന്നെ പഠിക്കുന്നുള്ളൂ വിചാരിച്ചു. എനിക്ക് ദിവസങ്ങളേ ഇല്ലായിരുന്നു, 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അതിന് 5 ദിവസം ഞാൻ ടെൻഷൻ അടിച്ച് കളഞ്ഞു. കാരണം പ്രോപ്പർ ഒരു മെൻറ്റർ ഇല്ലാതെ IELTS പ്രിപ്പയർ ചെയ്ത് എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഏതായാലും എൻ്റെ മാതാവിൻ്റെ ടേബിളിൻ്റെ താഴെ സ്റ്റൂളിട്ട് അതിൻ്റെ നിലത്തിരുന്ന് ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ 5 ദിവസം ഇരുന്ന് പഠിച്ചു. സ്പീക്കിംഗ് ഒന്നും ഞാൻ പ്രാക്ടീസേ ചെയ്തിട്ടില്ല. ഈ സമയത്തൊന്നും മാതാവിൻ്റെ ഒരു അനക്കവും ഇല്ല എൻ്റെ അടുത്ത്, സ്വപ്നത്തിന് വരാറില്ല, ഇങ്ങനത്തെ ബൈബിൾ വേഴ്സസും തരാറില്ല മാതാവ്. ഈശോയോട് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ സ്പീക്കിങ്ങിൻ്റെ ഡേറ്റ് വന്നു, എനിക്ക് കുറേ പിള്ളേർ സാക്ഷ്യം പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, ലേഡി വരണമെന്ന് പറയുമ്പോൾ ലേഡി വരും, കളർ കാണിക്കണമെന്ന് പറയുമ്പോൾ കളർ കാണിക്കും, എൻ്റെ അടുത്ത് മാത്രം മാതാവ് ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് മാതാവ് ഒരു സംഭവം കാണിച്ചു തരണം എന്ന് പറഞ്ഞു. എനിക്കൊരു ലേഡി ആയിരിക്കണം എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷേ അപ്പോഴും എനിക്ക് സംശയമുണ്ട്, കാരണം മാതാവിൻ്റെ അനക്കമൊന്നുമില്ല കുറേ നാളായിട്ട്. അപ്പോൾ ഞാൻ ഡേറ്റ് വന്നു, കോട്ടയത്തായിരുന്നു എനിക്ക് ഡേറ്റ് കിട്ടിയത്. കോട്ടയം കമ്പാരിറ്റീവ്ലി ഭയങ്കര പാടാന്ന് വന്നവരും പോയവരും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ പക്ഷെ ഉപ്പായിട്ടാണ് പോയത്. ഞാൻ ഉപ്പൊക്കെ കൈപ്പിടിച്ച് ആ വെയിറ്റിങ്ങിൽ ഇരുന്നപ്പം ഇറങ്ങുന്ന പിള്ളേരുടെ ഒന്നും മുഖത്ത് സന്തോഷമൊന്നുമില്ല, എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ചാണ് ഇറങ്ങുന്നത്. ഞാൻ എന്നിട്ട് എൻ്റെ ടേണായി, വീഡിയോ കോൺഫറൻസ് ആയിരുന്നു. ഞാൻ കണ്ടതും ഞാൻ ലാപ്ടോപ്പിൽ കാണുന്ന ഒരു ലേഡിയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ലേഡി. എനിക്ക് ലേഡി കിട്ടിയതിനെക്കാട്ടിലും എനിക്ക് ഭയങ്കര സന്തോഷമായത് മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു, മാതാവ് എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും സന്തോഷമായത്. അത് എന്നെ ആ ലേഡി കുറേ നേരം സംസാരിപ്പിച്ചൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് നേരം കൊണ്ട് എന്നെ കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു ബാക്കി റൈറ്റിങ്ങും റീഡിങ്ങും ലിസണിങ്ങും. അതും ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞ പിള്ളേർ കേട്ടിട്ടുണ്ട്, റൈറ്റിംഗ് ഒക്കെ എഴുതുമ്പോൾ അവരുടെ കയ്യിലല്ല അവരുടെ കൺട്രോളെന്ന്. അതുപോലെ തന്നെയായിരുന്നു എനിക്ക് റൈറ്റിങ്ങിന്. എനിക്ക് ഓർമ്മയില്ല എനിക്ക് എന്താണ് ക്വസ്റ്റ്യൻ കിട്ടിയത്, ഞാൻ എന്താ എഴുതിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ കൺട്രോളിലേ അല്ലായിരുന്നു എൻ്റെ കൈ, ആരോ എന്നെ പിടിച്ച് എഴുതിപ്പിക്കുക. ഞാൻ ഉപ്പും കൊണ്ടാണ് പോയത്. ഞാൻ ഓരോ മൊഡ്യൂൾ എഴുതുമ്പോഴും ഞാൻ ഉപ്പിട്ടിട്ടാണ് എഴുതുക. എന്നിട്ട് ഞാൻ റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു, ലിസണിങ്ങും കംപ്ലീറ്റ് ചെയ്തു. റീഡിങ് ആയപ്പോഴാണ് ഭയങ്കരമായിട്ട് ടെൻഷനായത്. ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പം 45 മിനിറ്റ്സിനുള്ളിൽ ഞാൻ റീഡിങ് തീർക്കും, എല്ലാ പാസേജും തീർക്കും. IELTS എഴുതിയിട്ടുള്ളവർക്കറിയാം, 3ാമത്തെ പാസേജാണ് ഭയങ്കര ടഫ്, വായിച്ചാൽ മനസ്സിലാവത്തുമില്ല, ഒന്നുമില്ല. ഞാൻ 3rd പാസേജ് ആയപ്പോൾ എനിക്ക് ടൈമില്ല, എനിക്ക് ആ 5 മിനിറ്റും കൂടെ 3rd പാസേജിനുള്ളൂ. ഫസ്റ്റ് പാസേജിനൊന്നും എനിക്ക് ആൻസർ കാണാനേ പറ്റുന്നില്ല. ഞാൻ ഒന്നുകൂടെ ടെൻഷൻ കയറി പാനിക് ആയതോടെ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ എന്താ എഴുതുന്നതെന്ന്. ഞാൻ കണ്ണൊക്കെ നിറഞ്ഞു വന്നെൻ്റെ, കാരണം പോയി എന്നറിയാം, റീഡിങ് പോയി. ഈ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചത് മാതാവ് എനിക്ക് 7.5 തരണം എന്നാണ്. ഇത് റീഡിങ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് 7.5 പോയിട്ട് റീഡിങ് മൊഡ്യൂളേ കിട്ടാൻ പോകുന്നില്ല, കാരണം മൊത്തം ടൈമില്ല എനിക്ക്. 3rd പാസേജ് ഞാൻ ചെയ്തില്ല, 3rd പാസേജ് ഞാൻ വായിക്കുക പോലും ചെയ്തില്ല. ഞാൻ വെറുതെ ABC ട്രൂ ഫാൾസ് നോട്ട് ഗിവൺ അങ്ങനെ എഴുതി വിട്ടു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇതെല്ലാം ശരിയായിരിക്കണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു വിട്ടു. എന്നിട്ട് സ്ക്രീനിൽ ഇങ്ങനെ കണ്ടു 7th ഡേ നിങ്ങളുടെ റിസൾട്ട് വരുമെന്ന്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അമ്മയുടെ നമ്പറാണ് 7, എനിക്ക് 7 തന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഒരു തരത്തിലും എനിക്ക് 7 കിട്ടത്തില്ല, കാരണം റീഡിങ് മൊഡ്യൂളേ പോയി. അപ്പോൾ എനിക്ക് 7 കിട്ടാൻ ഒരു ചാൻസും ഇല്ല. 7th ഡേ അത് 6th ഡേ ആയപ്പം ഞാൻ ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടിരുന്നപ്പോഴത്തേന് രാവിലെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, റിസൾട്ട് വന്നു, നീ നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ മെയിൽ ചെക്ക് ചെയ്തു. ആദ്യം എനിക്ക് മെയിലിലാണ് വന്നത്, ആദ്യത്തെ IELTS. മെയിൽ ചെക്ക് ചെയ്തപ്പോൾ മെയിലിൽ മെസ്സേജൊന്നും ഇല്ല. അപ്പം എനിക്ക് മനസ്സിൽ തോന്നി, നീ മെസ്സേജ് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ മെസ്സേജ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മെസ്സേജിൽ റിസൾട്ട് വന്ന് കിടപ്പുണ്ടെന്ന് കാണിച്ചു. ഞാനപ്പോൾ തീരുമാനിച്ചു ഏതായാലും ഡെയിലി ബ്രെഡ് മൊത്തം കൂടിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഡെയിലി ബ്രെഡ് കൂടിക്കഴിഞ്ഞ് മെസ്സേജ് തുറന്ന് നോക്കിയപ്പോഴത്തേനും എൻ്റെ റിസൾട്ട് കിടക്കുന്നു. എനിക്ക് ഓവറോൾ 7.5. എനിക്ക് ഒരു തരത്തിലും ചിന്തിക്കാൻ പറ്റില്ല എനിക്ക് എങ്ങനെ അത് കിട്ടിയെന്ന്. ഞാൻ പോയി എന്ന് വിചാരിച്ച എൻ്റെ റീഡിങ്ങിന് എനിക്ക് കിട്ടിയത് 7. ഞാൻ മാതാവിനോട് എന്താണോ ചോദിച്ചത് അത് അന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾ ചോദിക്കുന്നത് നമുക്ക് തരും, നമ്മൾ നന്നായിട്ടിരുന്നാൽ മാത്രം മതി, നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം. ഇവിടെ അച്ഛൻ ധ്യാനിപ്പിക്കുമ്പോഴൊക്കെ പറയും, ഒരു കടമ്പയെ നമുക്ക് കടക്കാനുള്ളൂ, മാതാവ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം എന്ന്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് ഓഫ് ലെറ്റർ കിട്ടിയതോ 7.5 കിട്ടിയതോ ഒന്നുമല്ല, മാതാവ് എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എനിക്ക് ഒരു തരത്തിലും ഞാൻ കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്യുമായിരുന്നു. ഞാനും അമ്മയാണ് മെയിനായിട്ട് പൊതിച്ചോറ് കെട്ടി ഗവൺമെൻറ് കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കും. പിന്നെ എനിക്ക് എൻ്റെ പപ്പ പോക്കറ്റ് മണിയൊക്കെ തരും. പക്ഷേ എൻ്റെ പപ്പ വിചാരിക്കുന്നത് ഞാനതെല്ലാം വെറുതെ കളയുക എന്നാണ്. ഞാൻ റോഡിൽ കൂടെ വരുന്ന കൈ കാലൊന്നും ഇല്ലാത്ത നിലത്തൂടെ ഇഴഞ്ഞൊക്കെ പോകുന്ന മനുഷ്യന്മാരുണ്ട്, ഞാൻ അവർക്കൊക്കെ ഈ പൈസ എടുത്ത് കൊടുക്കും. അപ്പോൾ എൻ്റെ പപ്പ ഇപ്പോഴായിരിക്കും അറിയണേ ഇതെല്ലാം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതെല്ലാം അങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ കാരുണ്യപ്രവർത്തി മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അവർക്കത് കൊടുക്കും. പിന്നെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ അവർക്ക് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു.
അപ്പം മാതാവിന് ഇവിടെ ഒരു കൊച്ചുകൂടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞാൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചോ നടക്കും എന്ന്. അപ്പം ഞാൻ എൻ്റെ ഒന്നും നടക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാനിവിടെ വന്ന് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചോ, മാതാവിനെ മുറുക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാതാവ് ഒരു തരത്തിലും നമ്മളെ കൈവിടില്ല. കുറച്ച് താമസിക്കും, പക്ഷേ താമസിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്, ഏറ്റവും നല്ലത് നമുക്ക് കിട്ടുള്ളൂ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഞാനൊരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ 0 ട്യൂഷൻ ഫീ പഠിക്കുമെന്ന്. പക്ഷേ ഇന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കോഴ്സാണ് ഞാൻ പബ്ലിക്കിൽ ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്നത്. 25-ാം തീയതി ജർമ്മനിക്ക് പോവുകയാണ്, ഈ കമ്മിങ് സാറ്റർഡേ. ഇപ്പോൾ ഇത്ര അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ മാതാവിനെ ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. യെശയ്യാ 41:9-10 തിരുവചനങ്ങൾ. നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, വിദൂര ദിക്കുകളിൽ നിന്ന് നിന്നെ ഞാൻ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നേഹ ബോബി എന്ന ഈ മകളുടെ അതിമനോഹരമായ അർത്ഥപൂർണമായ ഉടമ്പടി സാക്ഷ്യമാണ് നാം ശ്രവിച്ചുകൊണ്ടിരുന്നത്. എത്ര സ്നേഹത്തോടു കൂടിയാണ് അമ്മ മാതാവ് എന്നെ സ്വീകരിച്ചു, അക്സെപ്റ്റ് ചെയ്തു എന്ന ആ സന്തോഷം മകൾ നമ്മോട് പങ്കുവെക്കുന്നത്. അവൾക്ക് കിട്ടിയ നന്മകളെക്കാളുപരി, അനുഗ്രഹങ്ങളെക്കാളുപരി ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കുവാനും അമ്മ മാതാവ് തൻ്റെ ജീവിതം സ്വീകരിക്കും വിധം ഈ ലോകത്തിൽ വ്യാപരിക്കുവാനും തനിക്ക് ഓരോ ദിവസവും സാധിക്കുന്നുണ്ട് എന്നതിലാണ് മകൾ ശരിക്കും സന്തോഷം കണ്ടെത്തുന്നത്. അത് തന്നെയാണ് മകളുടെ ഉടമ്പടി ജീവിതത്തിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹവും. ബാക്കി എല്ലാത്തിനും നമുക്ക് അല്പകാലം കഴിയുമ്പോൾ മാറ്റമുണ്ടാകും. എന്നാൽ നമ്മുടെ ഉടമ്പടിയുടെ വിശ്വസ്ത ജീവിതത്തിൽ അമ്മ മാതാവിനോടൊപ്പം സഞ്ചരിക്കുന്ന സഞ്ചാരത്തിൽ അമ്മ കൂടെയുണ്ട്, കൈപിടിച്ചിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥനകൾ അമ്മ കേൾക്കുകയും എൻ്റെ ജീവിത വിഷയങ്ങൾക്ക് അമ്മ എപ്പോഴും പരിഹാരം നിർദ്ദേശിക്കുകയും ചില കാര്യങ്ങൾ വൈകിയാലും ഏറ്റവും മികച്ചത് എനിക്കമ്മ ഒരുക്കി വയ്ക്കുകയും ചെയ്യും എന്നൊരു ബോധ്യത്തോടു കൂടി ജീവിക്കുവാനുള്ള ഒരു മാനസികമായ ആത്മീയമായ വളർച്ച നമുക്ക് ലഭിക്കുന്നതാണ് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഓരോ വാക്കും മകളുടെ കേട്ടുകൊള്ളുക. അവൾ പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം കൊടുത്തുകൊണ്ട് എന്നെ തന്നെ ഞാനൊന്ന് പുനഃക്രമീകരിച്ചപ്പോൾ എനിക്ക് അത്ഭുതകരമായ വിധം എൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുത്ത് വിജയങ്ങൾ നൽകിക്കൊണ്ട് രോഗങ്ങൾ സുഖപ്പെടുത്തിക്കൊണ്ട് കാലതാമസം കുറച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ സുരക്ഷിതമായി അമ്മ മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നുവെന്ന്. അവസാനം അവൾ പറഞ്ഞില്ലേ, പപ്പ എനിക്ക് ഒത്തിരി പോക്കറ്റ് മണി തരാറുണ്ട്, പപ്പ കരുതി ഞാനിത് വെറുതെ അടിച്ചു പൊളിച്ച് കളയുവാണെന്ന്. എന്നാൽ ഞാൻ ആ ഉടമ്പടി എടുത്ത നാൾ മുതൽ ആരെയൊക്കെയാണോ അശരണരായി കണ്ടുകൊണ്ടിരുന്നത് അവർക്ക് വേണ്ടി മാത്രമേ ആ പോക്കറ്റ് മണി മുഴുവനും കൊടുത്തിട്ടുള്ളൂ എന്ന് രഹസ്യത്തിൽ നിന്നെ കാണുന്ന പിതാവ് നിൻ്റെ ജീവിത വിഷയങ്ങൾക്ക് മേൽ അനുഗ്രഹം നൽകി നിനക്ക് ഉയർച്ച നൽകിയിരിക്കും. പ്രിയമുള്ളവരെ, ഉടമ്പടി എങ്ങനെയാണ്? നമ്മൾ സംശയത്തോടെ വരുന്നവരാകാം. നമുക്ക് ജീവിതത്തിൽ ഇതൊക്കെ നടക്കുമോ, ഉള്ളതാണോ എന്ന് വിചാരപ്പെട്ട് ആദ്യം സമീപിക്കുന്നവരാകാം. എങ്കിൽ അമ്മയോട് ചേർന്ന് നിൽക്ക്, കൊമ്പടിച്ച് എളിമപ്പെട്ട് അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതത്തെ കൊടുക്ക്. അമ്മ അത്ഭുതകരമായ അടയാളങ്ങൾ, ചിന്തിക്കുവാനാവാത്ത പ്രവൃത്തികൾ സമയ ചുരുക്കത്തിൽ നമുക്ക് വേണ്ടി നൽകും. കാരണം അമ്മയുടെ പ്രത്യക്ഷീകരണം ലോകം അംഗീകരിക്കേണ്ടത്, എല്ലാ ദേശത്തു നിന്നും വ്യക്തികൾ അംഗീകരിക്കേണ്ടത് അമ്മയുടെ ആവശ്യമാണ്. ഞാൻ ഇന്നും ജീവനോടെ നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കും. ഞാൻ ഇന്നും നിങ്ങളുടെ ജീവിത വിഷയങ്ങളെ എൻ്റെ കർത്താവിന് കൊടുത്തുകൊണ്ട് അനുഗ്രഹം നൽകി എൻ്റെ പ്രത്യക്ഷീകരണത്തെ സാധൂകരിക്കുമെന്ന് അമ്മ ലോകത്തിന് നൽകുന്ന തുടർച്ചയായ അടയാളങ്ങളാണ് ഓരോ ഉടമ്പടി സാക്ഷ്യവും. അതുകൊണ്ട് അമ്മ കൂടെയുണ്ട്, ജീവനോടെയുണ്ട്, കൂടെ നിന്ന് പ്രവർത്തിക്കും. അമ്മയുടെ വലിയ സംരക്ഷണവും സഹായവും തേടി നിരന്തരം പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി അമ്മയിൽ ശരണപ്പെടാം. മകൾ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുക. ഇത്തിരി വൈകിയോ, 4 or 5 തവണ പുതുക്കിയിട്ട് നടന്നില്ലേ, ഓർത്തുകൊള്ളുക, കൂടുതൽ മികച്ചത്, കൂടുതൽ ശുഭകരമാകുവാൻ, ജീവിതം കൂടുതൽ സുരക്ഷിതമാകുവാൻ അമ്മ നിങ്ങൾക്കത് നന്നായി തേച്ചു മിനുക്കി വിളക്കി ഒതുക്കി കരങ്ങളിലേക്ക് തരികയാണ്. മകൾക്ക് എന്തുകൊണ്ടാണ് വൈകിയത്? കാരണം അവൾ ചോദിക്കുന്നതും അമ്മ ആഗ്രഹിക്കുന്നതും രണ്ടായിരുന്നു. ഈ രണ്ടും ഒന്നാകാൻ വേണ്ടിയുള്ള സമയമാണ് വൈകൽ.
അമ്മ മാതാവ് വൈകിക്കുന്നതല്ല, നമ്മൾ ചില നിർബന്ധങ്ങൾ പിടിക്കുന്നതാണ്. നമ്മുടെ നിർബന്ധങ്ങൾ മാറുമ്പോൾ, അമ്മയുടെ വഴിക്ക് നമ്മളാകുമ്പോൾ നമ്മുടെ അനുഗ്രഹങ്ങൾ വേഗത്തിലാവും. നമുക്കങ്ങനെ അത് മനസ്സിലാവും. കാരണം അവൾ ചോദിച്ചു കൊണ്ടിരുന്നത്, അവൾ നിരന്തരം എഴുതിക്കൊണ്ടിരുന്നത്, ഏജന്റിനോട് പറഞ്ഞുകൊണ്ടിരുന്നത് അതല്ല അമ്മ അവൾക്ക് കൊടുത്തിരുന്നത്. അമ്മ കൊടുത്തതിലേക്ക് മകളുടെ ചുവട് വെച്ചപ്പോൾ അവളുടെ ജീവിതം സുരക്ഷിതമായി വേഗത്തിൽ കോഴ്സ് കിട്ടി. ഏറ്റവും അടുത്ത തീയതികളിൽ വിദേശത്തേക്ക് പോകുവാൻ അമ്മ വഴിയൊരുക്കി കൊടുത്തു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, സൗഖ്യപ്പെടുത്തുന്ന അമ്മ, ഭാരങ്ങൾ ലഘൂകരിക്കുന്ന അമ്മ, ഏതൊരു അസാധ്യ കാര്യവും നമുക്ക് വേണ്ടി നേടിത്തരുന്ന അമ്മയുടെ ശക്തമായ സുന്ദരമായ സാക്ഷ്യമാണ് മകൾ ഈ വാക്കുകളിലൂടെ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. മകൾക്ക് ലഭിച്ച എല്ലാ ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.